ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലിയുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ടോക്ക് ഓൺലി PSCയിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. 2 ക്ലാസ്സാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ നമ്മൾ വളരെ നന്നായിട്ട് ചെയ്തത്. അതായത് ഈസ് ആം ആറിന്റെ യൂസേജ്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്തത് ഈസ് ആം ആറിന്റെ യൂസേജ്, അതായത് ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമറിലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലും എങ്ങനെയാണ് ഈസ് ആം ആറ് യൂസ് ചെയ്യുക നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഈസ് ആം ആറ് എന്നിവ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ആ വാക്കുകളിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞത്. ഇനി നമ്മൾ 3ാമത്തെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വളരെ വളരെ സിമ്പിളായ അടുത്ത 2 വാക്കുകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഏതാണ്? വാസും വേറും. അപ്പൊ നമ്മൾ പറഞ്ഞു ഈസ് ആം ആറ്, ഈ 3 എന്താ ഒരേ മീനിങ്ങിൽ എങ്ങനെ ഉപയോഗിച്ചിരുന്നത്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. ഐയുടെ കൂടെ ആം യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഷീ, ഹി, ഇറ്റ് സിംഗുലർ നൗൺസ് ഇതിന്റെയൊക്കെ കൂടെ ഈസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദേ, യു, വി, അതുപോലെ തന്നെ പ്ലൂരൽ നൗൺസ് അതിന്റെ കൂടെയാണ് ആറ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ അടുത്തത് വാസും വേറിന്റെയും യൂസേജ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാസും വേറും എവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാസും വേറും ഏത് അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. വാസും വേറും നമ്മൾ ആയിരുന്നു, അതായത് നോട്ട് നൗ ദ പൊസിഷൻ, അതായത് പ്രസന്റ് സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ടല്ല അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, വാസും വേറും മനസ്സിലാക്കി വെക്കുക. കാരണം ആയിരുന്നു അതായത് പാസ്റ്റിലത്തെ ഒരു ആക്ഷൻ ആണ്. പാസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതകാലത്തിലത്തെ ഒരു സംഭവം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വാസും വേറും യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ വാസും വേറും എന്തിന്റെ അർത്ഥം കിട്ടുന്നതിന്, ഏതർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്? ആയിരുന്നു എന്ന മീനിങ് കിട്ടണമെങ്കിൽ നമുക്ക് വാസും വേറും വേണം കേട്ടോ. വാസും വേറും ഇല്ലാതെ നമുക്ക് ആയിരുന്നു എന്ന അർത്ഥത്തിലേക്ക് സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ വാസും വേറും എടുത്ത് പ്രയോഗിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോട്ട് നൗ ദ പൊസിഷൻ അല്ലെങ്കിൽ കറന്റ് പൊസിഷനെ പറയാൻ വേണ്ടിയിട്ട്, പ്രസന്റ് സിറ്റുവേഷനെ പറയാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, എന്താണ്? ഒരു പാസ്റ്റ് ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞ ഒരു സംഭവത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കും നമ്മൾ വാസും വേറും യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. വാസ്, വേർ, ആയിരുന്നു. വാസ്, വേർ ഏതർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്ന? ആയിരുന്നു. ഇനി ആരുടെ കൂടെയാണ് നമ്മൾ വാസും വേറും വെക്കേണ്ടത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. അതായത് ഐ, വാസ് ഐ വാസ്, ഷീ വാസ്, ഹി വാസ്, ഇറ്റ് വാസ്, അതായത് ഐ, ഷീ, ഹി, ഇറ്റ് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസ്, അതായത് സിംഗുലേഴ്സിന്റെ കൂടെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? വാസ്. ഓക്കെ, ഷീ വാസ് എ ടീച്ചർ. നോക്കൂ, ഇവിടെ ഉണ്ട്, അവൾ ഒരു ടീച്ചർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവള് ടീച്ചർ ആവണം എന്നില്ല. ഹി വാസ് എ ഡോക്ടർ. പണ്ട് അവൻ ഡോക്ടർ, അന്ന് അവൻ ഡോക്ടർ ആയിരുന്നു, പക്ഷെ അന്ന് അവനെ കാണുമ്പോൾ അവൻ ഡോക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അയാള് വേണമെങ്കിൽ IAS IPS കിട്ടിപ്പോയി. അപ്പൊ നമ്മൾ ആളെ കാണുമ്പോൾ അന്ന് ഞാൻ അവനെ മീറ്റ് ചെയ്യുമ്പോൾ അവനൊരു ഡോക്ടർ ആയിരുന്നു, പക്ഷെ നൗ ആരാ? ഇപ്പൊ അവൻ ആരാണ്? ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. അപ്പൊ ആയിരുന്നു, പണ്ട് നമ്മള് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കാണിക്കേണ്ടത്? വാസ് യൂസ് ചെയ്യേണ്ടത്. ഇനി വേർ ആണെങ്കിലോ, വേർ ആരുടെയൊക്കെ കൂടെ യൂസ് ചെയ്യുക? യു, ദേ, വി. ഓക്കെ, ഈ 3 കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? യു, ദേ, വിയുടെ കൂടെയാണ് നമ്മൾ വേർ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ വാസിന്റെ മീനിങ് പഠിച്ചു വെക്കുക. വാസും വേറും ഏത് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആയിരുന്നു, പാസ്റ്റിലത്തെ ഒരു ആക്ഷൻ ആണ് അല്ലെ. ഇനി വാസ് ആരുടെയൊക്കെ കൂടെയാ വരിക? ഐ, ഷീ, ഹി, ഇറ്റ് എന്നുള്ള സിറ്റുവേഷൻസുകളിലൊക്കെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? വാസിനെ. വേറാണെങ്കിലോ യു, ദേ, വി ഇവരുടെയൊക്കെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? വേറെ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാ കുറച്ച് വേർഡ്സ് സെന്റൻസുകളിലേക്ക് പോവാണ്. നോക്കൂ, ഹി വാസ് എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടർ ആയിരുന്നു അല്ലെ. ആയിരുന്നു എന്ന മീനിങ് ആണ് നമ്മൾ ഈ പറയുന്നതിലൊക്കെ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹി വരുമ്പോ വാസ്, ഷീ വരുമ്പോ വാസ്, അതൊക്കെ തന്നെയല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാണ്. നോക്കാം.
ഹി വാസ്, ശരിയാണ് അല്ലെ, ഹി വാസ് എ ഡോക്ടർ. ക്ലിയർ, കിട്ടുന്നുണ്ടല്ലോ അർത്ഥം, അവനൊരു ഡോക്ടർ ആയിരുന്നു. അടുത്ത ഷീ, അപ്പോഴും വാസ് തന്നെയാ വന്നെ. ഷീ വാസ് എ ടീച്ചർ, അന്ന് അവള് ടീച്ചർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവള് മീൻസ് വല്ല പ്രൈവറ്റ് സ്കൂളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അവൾക്ക് PSC കിട്ടിയ ഒരു ക്ലർക്കൽ പോസ്റ്റിലേക്ക് കയറി. അപ്പോഴാണ് കാണുന്നതെങ്കിൽ അന്ന് നീ ടീച്ചർ ആയിരുന്നു അല്ലെ, അല്ലെങ്കിൽ അന്ന് അവള് ടീച്ചർ ആയിരുന്നു എന്ന് പറയാം അല്ലെ, ആ സിറ്റുവേഷൻ ആലോചിക്കുക. അപ്പൊ ഷീ വാസ് എ ടീച്ചർ. പിന്നെ ഐ വാസ്, ഐയുടെ കൂടെ വാസ് ആണ് അല്ലെ, ഐ വാസ് എ പബ്ലിക് സ്പീക്കർ, അന്ന് ഒരു പബ്ലിക് സ്പീക്കർ ആയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് റോ മെറ്റീരിയൽ, ഇതെന്താ റോ മെറ്റീരിയൽ ആയിരുന്നു ഇത് പണ്ട്, ഇപ്പൊ അത് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു, ഐ ഡോണ്ട് നോ, അങ്ങനെയൊന്നുമല്ല, അറിയില്ല. പക്ഷെ ഇറ്റ് വാസ്, കണ്ടോ, അത് റോ മെറ്റീരിയൽ ആയിരുന്നു, അതൊരു അസംസ്കൃത വസ്തു ആയിരുന്നു എന്ന് പറയായിരുന്നു. ഓക്കെ, അസംസ്കൃത വസ്തു ആയിരുന്നു. അപ്പൊ എങ്ങനെയാ പറയാ, ഇറ്റ് വാസ് റോ മെറ്റീരിയൽ. ഓക്കെ, ഇനി ദേ വന്നു, ദേയുടെ കൂടെ വന്നപ്പോ വാസ് വെക്കാൻ പറ്റുമോ? ഇല്ല. ദേയുടെ കൂടെ നമുക്ക് ആരെ വെക്കാൻ പറ്റുള്ളൂ? ദേയുടെ കൂടെ നമുക്ക് വേർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. വേർ, ദേ വേർ ടീച്ചേഴ്സ്, അവര് ടീച്ചേഴ്സ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, വി വന്നു, വിയുടെ കൂടെ ആരെയാ വെക്കുക? വേർ തന്നെയാ വെക്കുക. വി വേർ ഫ്രണ്ട്സ്, നമ്മള് ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ആവണമെന്നില്ല. നമ്മൾ ഒരു എടിപിടിക്ക് ശേഷം പറയാം, ഓ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അന്ന്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? ഓക്കെ, അപ്പൊ വി വേർ ഫ്രണ്ട്സ്. നെക്സ്റ്റ്, യു വേർ എ പോലീസ് ഓഫീസർ, കണ്ടോ യു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേ, വി, അതുപോലെ തന്നെ യു, ഈ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ആരെ തന്നെ യൂസ് ചെയ്യാ? വേർ. യു വേർ എ പോലീസ് ഓഫീസർ. അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ സെന്റൻസ് ഫോർമേഷൻ ചെയ്യുക. ഹി വാസ് എ ഡോക്ടർ, ഷീ വാസ് എ ടീച്ചർ, ഐ വാസ് എ പബ്ലിക് സ്പീക്കർ, it was raw material, they were teachers, we were friends, you were a police officer. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. ഈ വാസും വേറും വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ജോലി എടുക്കുമ്പോഴാണെങ്കിലും അങ്ങനെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ തോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു പാറ്റേണിലേക്ക് മാറ്റാം. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഗം കൂടി ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻസ് യൂസിങ് വാസ് വേർ. നമ്മൾ നേരത്തെ ഈസും ആമും ആറും ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാസും വേറും ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് യാതൊരു വിധ മാറ്റൂല. നോക്കുക, ഹി വാസ് എ ഡോക്ടർ, ആ സെന്റൻസ് തന്നെ നമ്മൾ എടുത്തു. ഹി വാസ് എ ഡോക്ടർ. അപ്പൊ എന്താ വന്നിട്ടുള്ളത്? ഹി കഴിഞ്ഞപ്പോ വാസ്, ക്ലിയർ ആയി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. അപ്പൊ നോക്കൂ, വാസ് ഹി എ ഡോക്ടർ, അവൻ ഡോക്ടർ ആയിരുന്നു എന്നാണ് നിങ്ങൾക്ക് ചോദിക്കണ്ടെങ്കിൽ ഈ ഹി വാസില് വാസും ഹിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. നമ്മൾ അങ്ങനെ തന്നെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തത്. അപ്പൊ നോക്കൂ, വാസ് ഹി എ ഡോക്ടർ, ചോദ്യമായി. അടുത്തത് ഷീ വാസ് എ ടീച്ചർ, ചോദ്യത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. വാസ് ഷീ എ ടീച്ചർ, അവള് ടീച്ചർ ആയിരുന്നു. എന്തൊരു സ്വഭാവം, അപ്പൊ അവളൊരു ടീച്ചർ ആയിരുന്നു അല്ലെ. ഓക്കെ, ഐ വാസ് എ പബ്ലിക് സ്പീക്കർ. വാസ് ഐ എ പബ്ലിക് സ്പീക്കർ? ക്ലിയർ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ പണ്ടൊരു പബ്ലിക് സ്പീക്കർ ആയിരുന്നു അല്ലെ. ഐ കാൺ. ഓക്കെ, അപ്പൊ വാസ് ഐ എ പബ്ലിക് സ്പീക്കർ? ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് വാസ് റോ മെറ്റീരിയൽ. വാസ് ഇറ്റ് റോ മെറ്റീരിയൽ? ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്യ, അത്രേ ഉള്ളൂ. ദേ വേർ ടീച്ചേഴ്സ്. വേർ ദേ ടീച്ചേഴ്സ്? ഒരു ടീച്ചേഴ്സ് ആയിരുന്നു. വി ആർ ഫ്രണ്ട്സ്. വേർ വി ഫ്രണ്ട്സ്? നെക്സ്റ്റ്, യു വേർ എ പോലീസ് ഓഫീസർ. വേർ യു എ പോലീസ് ഓഫീസർ? ക്ലിയർ ആയല്ലോ. വളരെ ചെറിയ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിത് പഠിച്ചു വെക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അറിയുമെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ആണത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾസുകൾ മാത്രമല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയായിരുന്നു, അവൻ എങ്ങനെയായിരുന്നു, അവളെങ്ങനെയായിരുന്നു, അതെങ്ങനെയായിരുന്നു, അതൊക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ 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 എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ എന്താ പറയാ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് വൊക്കാബുലറി ഒക്കെ അത്യാവശ്യം പഠിച്ചു വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വളരെയധികം ബെറ്റർ ആവും. അതോടൊപ്പം തന്നെ PSCയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് പല
സെന്റൻസുകളും വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കാര്യങ്ങൾ ആ ഒരു രീതിയിൽ കിട്ടാത്തത് കൊണ്ടാണ് പല ഗ്രാമർ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാ ആൻസർ കണ്ടെത്താൻ പറ്റാതെ വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും മീസും മാമും ആറും വാസും വേറൊക്കെ നമുക്ക് അറിയാലോ, ഇതൊക്കെ നമ്മൾ എത്ര പഠിച്ച, പക്ഷെ നമ്മൾ അത് എത്ര പഠിച്ചിട്ടും കാര്യമില്ല. നമ്മള് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണത്. അതായത് നമ്മൾ ഒരുപാട് തിയറി പഠിക്കുന്നുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കുറവാണ്. അതായത് ഭൂരിഭാഗം കുറച്ചു മുമ്പ് വരെ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ച ആളുകളെ പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നമാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രയോഗിച്ച് പഠിക്കണം. അപ്പൊ നിങ്ങൾ കൂടുതൽ സെന്റൻസുകളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ആവും. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.